അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. പീസ് റേഡിയോ റമദാൻ അക്രോസ് ദി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെ വിശേഷങ്ങളും അവിടുത്തെ റമദാൻ വിശേഷങ്ങളും നോമ്പുതുറ വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ഓരോ ദിവസവും റമദാൻ അക്രോസ് ദി വേൾഡ് അങ്ങനെ മുന്നേറുകയാണ്. ഇന്ന് ഒരു വ്യത്യസ്ത രാജ്യത്ത് നിന്ന് ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷുക്കൂർക്ക, ഇന്ന് ഏത് രാജ്യത്തു നിന്ന ആള്? ഇന്ന് കൊറിയയിൽ നിന്നാണ്. സൗത്ത് കൊറിയയിൽ നിന്നാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഷഹബാസ്കയാണ് ഓക്കെ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വാലേക്കും അസ്സലാം വറഹമത്തുള്ള. റമദാൻ എങ്ങനെയുണ്ട് സൗത്ത് കൊറിയയിൽ? സൗത്ത് കൊറിയയിലെ റമദാൻ ആക്ച്വലി ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് റമദാനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. ഒന്നാമത് ഇവിടെ ഇസ്ലാം അത്രത്തോളം എന്താ പറയാ, വളരെ ഇവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ കൂടുതലും റമദാന് നമ്മൾ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. നമ്മൾ ഓ, ഒരു ഫോർമലി ചോദ്യം ചോദിച്ചു പോയതാണ്. നിങ്ങളൊന്ന് ആ പരിചയപ്പെടുത്തണം. ഏ, അതെ. നാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന്. ആ എന്റെ പേര് ഷബാസ് അഹമ്മദ്. ഞാനിവിടെ പിന്നെ കൊറിയയിൽ, സൗത്ത് കൊറിയയിൽ സംഗീന്താൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ ഈ വർഷം കഴിഞ്ഞു. ഇപ്പം ജസ്റ്റ് റീസെന്റ് PhD കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പം പോസ്റ്റ് ഡോക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇൻഷാ അള്ളാ. നാട്ടില് പിന്നെ കോഴിക്കോട് താമരശ്ശേരിയിലാണ് വീട്. നമ്മളെ നാട്ടുകാരനാ, ആ, കോഴിക്കോട്ടുകാരനാണല്ലേ? കോഴിക്കോട്ടുകാരനാണ്. ഓക്കെ. അവിടെ എത്ര കൊല്ലമായി ഇപ്പോൾ കൊറിയയിൽ? അല്ല, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 5 വർഷമായി. 5 വർഷമായി. ആ, ആണ്. ഓക്കെ. കൊറിയൊക്കെ അപ്പോൾ പഠിച്ചിട്ടുണ്ടാവും കാര്യമായിട്ട്. ഇല്ല, ലാംഗ്വേജ് ആക്ച്വലി പഠിച്ചിട്ടില്ല. കാരണം യൂണിവേഴ്സിറ്റി ആവുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഓരോ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ ഇംഗ്ലീഷ് എന്നുള്ള. അപ്പോ പിന്നെ അത് മാത്രമല്ല, റിസർച്ച് ആവുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ ഇപ്പം കുറച്ച് നന്നായിട്ട് മെനക്കെട്ടി ഇരിക്കണം. ഒരു സിഗ്നിഫിക്കന്റ് ടൈം, അറ്റ്ലീസ്റ്റ് ഒരു 6 months എങ്കിൽ. അപ്പം പലപ്പോഴും ഇവിടുത്തെ ഒരു ഭയങ്കര ഫാസ്റ്റ് പേസ് റിസർച്ച് ആണ്. റിസർച്ച് ആയാലും ലൈഫ് ആയാലും ഒക്കെ തന്നെ. അപ്പൊ നമ്മൾ അതിൻ്റെയോടൊപ്പം ചിലപ്പോൾ നമുക്ക് എത്തിക്കൊള്ളണമെന്നില്ല, നമ്മൾ ആദ്യത്തിലൊക്കെ പ്രത്യേകിച്ചു. ലോക്കൽസിനായിട്ട് ഉള്ള കോണ്ടാക്റ്റ് ഒന്നുമില്ലേ അവിടുത്തെ? ഇല്ല, ഇല്ല, ആക്ച്വലി അവര് അങ്ങനല്ല. ഒന്നാമത് നമുക്കൊരു പക്ഷേ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ മൊത്തത്തിൽ അവരങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് അല്ല. ഒരു ഹൈ ബൈ റിലേഷനെ നമുക്ക് കൂടുതലും ഉള്ളൂ. ഓക്കെ. എന്നാൽ ഒരു വാക്കെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അതുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് സർവൈവലിനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ 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 ഓക്കെ, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയണ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ ഓക്കെ. എങ്ങനെ നമ്മളെ നാട്ടിലെ സമയവുമായി എത്ര സമയത്തിന്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ എങ്ങനെ? നമുക്ക് 3.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. 3.5 മണിക്കൂർ അഹെഡ് ആണ് ഞങ്ങളുടെ സമയം. ആ, ഓക്കെ. റമദാന്റെ പകലുകൾ എത്ര ഡ്യൂറേഷൻ കിട്ടും? അത് ഈ ആക്ച്വലി വിന്ററിലാവുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഡേ വളരെ കുറവായിരിക്കും. പിന്നെ സമ്മറിലാകുമ്പോൾ ഡേ വളരെ കൂടുതലുമായിരിക്കും. അപ്പൊ ഇപ്പോ പിന്നെ വിന്റർ ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോ ഓൾമോസ്റ്റ് ഒരു 5:45 ആയിരുന്നു റമദാൻ ആദ്യത്തിലൊക്കെ തുടങ്ങിയിരുന്നത്. പിന്നെ മഗ്രിബിന്റെ സമയം ഓൾമോസ്റ്റ് 6:10. ഇപ്പൊ ഇപ്പൊ രണ്ടും ഇങ്ങനെ ഓരോ ദിവസവും 2 മിനിറ്റ് വെച്ച് സുബഹിയും മഗ്രിബും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു ആ സമയത്താണ്. ടൈം പോലെ തന്നെ, സമയം തന്നെ ഓൾമോസ്റ്റ്. ഓക്കെ ഓക്കെ. പക്ഷെങ്കിൽ അത് ഡിസംബറിലൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് കുറയും. നമുക്ക് അഞ്ച് 5:15 മഗ്രിബാകും വൈകുന്നേരം. ഓക്കെ ഓക്കെ. എങ്ങനെ ഹോസ്റ്റലിൽ തന്നെയാണോ, ക്യാമ്പസ് ഹോസ്റ്റലിലാണോ? അല്ല, അല്ല, ഞങ്ങൾ ആക്ച്വലി പുറത്ത് വീടെടുത്ത് താമസിക്കുകയാണ്. ഓക്കെ. മലയാളികൾ എത്രത്തോളം ഉണ്ട് അവിടെ? മലയാളികൾ ഇപ്പൊ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു 10-12 പേരോളം, 10 പേരുണ്ടാവുള്ളൂ. 10-12 പേരൊക്കെ. ഓക്കെ. ഓക്കെ. എങ്ങനെ റംലാൻ തൊറ നിസ്കാരവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി റമദാൻ തുറ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മള് വീട്ടിൽ തന്നെ റൂമിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി ഒരു പ്രെയർ ഹാള് ഫെസിലിറ്റി തരുന്നുണ്ട്. കാരണം കുറെ ഫോറിനേഴ്സ് ഉള്ളത് കൊണ്ട്. അപ്പോ ഇപ്പൊ 1-2 വർഷമായിട്ട് ഞങ്ങൾ അവിടെ പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ ദിവസം നമ്മളിങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഓരോ ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ. അപ്പോ ഇങ്ങനെ പള്ളിയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള നോമ്പ് തുറകൾ ഉണ്ടാവും. ഒരു 10-20-25 പേരോളൊക്കെ ഉണ്ടാവും നോമ്പ് തുറക്കാൻ. എല്ലാ മലയാളികളാണോ അതല്ല?
അല്ലല്ല, മലയാളികൾ ആക്ച്വലി ഇപ്പോ ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ ആ ഭക്ഷണത്തിൽ യൂണിറ്റ് കൊണ്ടുവരിക? അത് ആക്ച്വലി ഓരോ ദിവസം ഓരോ കൺട്രിയുടെ ഫുഡായിരിക്കും. ഓക്കെ. നോമ്പുകാലത്തെ പരീക്ഷണങ്ങൾ അല്ലേ? അതെ. അല്ല, നോമ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ സമയത്തും ഇപ്പൊ നമ്മളെ ഈ പ്രേരള ആക്ച്വലി ഞങ്ങളൊരു ലൈഫ് ലൈൻ ആണ് ഇവിടുത്തെ. കാരണം നമുക്ക് ഈസി ആയിട്ട് ഫോറിനേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആണല്ലോ എല്ലാരെയും പിന്നെ ഡിഫറെന്റ് ഫുഡ് പരിചയപ്പെടാനും. ഓക്കെ. പിന്നെ അത് ആക്ച്വലി ഒരു എന്താ പറയാ ഭയങ്കര റിലാക്സേഷൻ ആണ്, പ്രത്യേകിച്ച് ഈ റിസർച്ച് ലൈഫിന്റെ ഇടയിൽ. ഓക്കെ. ആ 20 പേര് എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളാണ്, അതിലപ്പുറം ഫോറിനേഴ്സ് അതെ. ഉണ്ടാവില്ല. ഫോറിൻ എങ്ങനെ ക്യാമ്പസ് ഫോറിനേഴ്സ് ഒരുപാട് ആ. ആക്ച്വലി മുസ്ലിംസ് ആയിട്ടുണ്ടപ്പോ നമ്മൾ ജുമാക്കൊക്കെ ഇവിടെ ഒരുപാട് ഒരു 100 പേരോളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ പറയപ്പെട്ട പ്രേറാളിലാണ്? പറയപ്പെട്ട പ്രേരണ. ഓക്കെ ഓക്കെ. പക്ഷെ പിന്നെ എല്ലാരും ഒന്നും വരില്ല. പിന്നെ ഈ പിന്നെ കൂടുതലും നമുക്ക് അവിടെ സൗകര്യങ്ങൾ അങ്ങനെയല്ല, അത്ര വലിയ റൂം അല്ല. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് തവണയൊക്കെ ആയിട്ടാണ് ജുമയൊക്കെ നടത്താറ്, സൗകര്യമില്ലാത്തതുകൊണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ അവിടെ ബാക്കിയുള്ള നമസ്കാര പള്ളികളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ സൗകര്യങ്ങൾ? അത് ആക്ച്വലി ഇവിടെ ഒരു പിന്നെന്താ പറയാ പള്ളി ആയിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. ഒന്ന് നമുക്കിപ്പോ അടുത്തായിട്ടുള്ളത് സോളില് സോൾ ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പിന്നെ ഏതോ ഒരു ഗൾഫ് രാഷ്ട്രത്തിന്റെ ഒക്കെ കോൺട്രിബ്യൂഷനിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ പള്ളിയായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് കുറവാണ്. ഐ മീൻ കൂടുതലും അങ്ങനെ ഓരോ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവര് റൂം എടുത്ത് പ്രയർ ഹാളായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. എങ്ങനെ അവിടെ ബാച്ചിലർ ആണോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണോ? അല്ല, ഇപ്പൊ ഫാമിലി ആയിട്ടാണ്, ഫാമിലി ആയിട്ട്. ഓക്കെ. അപ്പോൾ അവിടെ പിന്നെ നമ്മുടെ ഒരു മുസ്ലിങ്ങൾ വളരെ കമ്മ്യൂണിറ്റി കുറവാണോ മൊത്തത്തിൽ? വളരെ കുറവാണ്. അതായത് ഈ ഫോറിനേഴ്സ് തന്നെ നമ്മളിപ്പോ എടുക്കുകയാണെങ്കിൽ ഒരു 1% ഒക്കെ. ഓക്കെ. എന്നാൽ കാരണം ഇവിടെ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല പെരുന്നാളിനെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ അറിയില്ല. ഇപ്പം കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ യങ് ജനറേഷൻ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ അവെയർ ആണ്. പക്ഷെങ്കിലും ഓൾഡർ ജനറേഷൻ ഒന്നും എന്താണ് പെരുന്നാള് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അറിയില്ല. അഥവാ നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇതെന്താ പ്രത്യേക പരിപാടി എന്നുള്ളൊരു നോട്ടായിരിക്കും. നോട്ടുണ്ടാവും തീർച്ചയായും. അതെ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ന്യൂനപക്ഷങ്ങളാണെങ്കിലും കുറച്ചും കൂടി കൂടുതൽ എന്തുണ്ട് പിന്നെ ആളുകൾ അതെ അതെ അവിടെ അതെ അവിടെ എന്നാൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഒരു മുസ്ലിങ്ങൾക്കുള്ളൊരു പ്രശ്നങ്ങൾ അങ്ങനെ ജീവിക്കാൻ ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ഭയങ്കര വലിയ റേസിസ്റ്റ് കൺട്രി ഒന്നുമല്ല. പക്ഷെ എങ്കിൽ കൂടി വലതുവശത്തിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതലും ആ റിലീജിയൻ ഇല്ലാത്ത ആളുകൾ എന്ന് പറയാം. പിന്നെ അതല്ലെങ്കിൽ കൺഫ്യൂഷനിസം, കൊറിയൻ ഒരു ട്രഡീഷണൽ റിലീജിയന്. പിന്നെ നല്ലൊരു ശതമാനം ഇപ്പൊ റിലീജിയൻ ആയിട്ടുള്ളത് ഒരു ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഫണ്ടുകളും ഒക്കെ ആയിട്ട് അവർക്ക് ഓക്കെ. അവിടെ ഒരുപാട് ചർച്ചകളുണ്ട് ഇവിടെ നമുക്ക് ചുറ്റും തന്നെ. ആ ഓക്കെ ഓക്കെ. അവിടെ ഇസ്ലാമിക് സെന്റേഴ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടോ? നേരത്തെ നിങ്ങൾ അതെ, വർത്താനത്തിൽ ഇസ്ലാമിക് സെന്റർ വളരെ ചുരുക്കമാണുള്ളത്, അടുത്തടുത്തൊന്നുമില്ല. ഇപ്പൊ നമുക്കൊന്ന് ക്യാപിറ്റൽ സോൾ സിറ്റിയിലൊന്നുണ്ട്. പിന്നെ അവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ വന്ന് വേറെ ഒന്ന് രണ്ട് ഉണ്ട്. അങ്ങനെ കുറച്ച് വിട്ടായിട്ടേ. അവിടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? അവിടെ ഞങ്ങൾ അങ്ങനെ ക്ലാസ്സുകളായിട്ടൊക്കെ നമ്മളങ്ങനെ പോവാറ് കുറവാണ്. അത് കുറച്ച് ദൂരം ആയതുകൊണ്ടും ഉം, ഉം, ഉം. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഫാമിലി ആയി കഴിയുമ്പോൾ മക്കളെ പഠനങ്ങൾ, മദ്രസ, ഇസ്ലാമിക് സ്റ്റഡീസ് അതൊക്കെ അതെ, എങ്ങനെയാണ്? അത് കൂടുതലും ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സൊക്കെ പിന്നെ അവരെ മക്കൾക്കൊക്കെ ഓൺലൈൻ ആയിട്ടാണ് കൊടുക്കുന്നത്. നാട്ടിലെ മദ്രസ സംവിധാനങ്ങളൊക്കെ നാട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ അതല്ലാതെ ഞാൻ ഈ പറയാം, നമ്മള് പ്രയർ ഹാളില് നമ്മളില് കുറച്ച് പിന്നെ അറബികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കുറച്ചൊക്കെ കുട്ടികൾക്ക് ഖുർആൻ ക്ലാസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഇതിന്റെ അവരിവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ. ഓക്കെ ഓക്കെ. സ്കൂളോ കുട്ടികളുടെ? സ്കൂളായിട്ട് പിന്നെ കൂടുതൽ പേരും കൊറിയൻ സ്കൂളുകളിലാണ് പിള്ളേരെ വിടാറുള്ളത്. കാരണം ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ പിന്നെ കൊറിയൻ സ്കൂൾ ആവുന്ന സമയത്ത് ഭാഷയും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക്? ഭാഷ അത് ആക്ച്വലി കുട്ടികളാവുന്ന സമയത്ത് അവര് വേഗം ക്യാച്ച് ചെയ്യല്ലോ. ആ ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ട് ലാംഗ്വേജ്. ഓക്കെ.
ചെറുപ്പത്തിലൊക്കെ കേൾക്കുമ്പോൾ പോലെ പെട്ടെന്ന് ഇല്ല ക്യാച്ച് ചെയ്ത് നമ്മളെ ആ നാട്ടില് അവർ ആക്ച്വലി രണ്ടും മൂന്നും നാല് ഭാഷകൾ സംസാരിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. ഉറുദു, ഇംഗ്ലീഷ്, പിന്നെ കൊറിയന്, കുറച്ച് അറബിക്ക്. ആ. എങ്ങനെ അവിടെ നിങ്ങളെ ഡേ ടു ഡേ ലൈഫ്, ഒരു ദിവസത്തെ ലൈഫൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ PhD ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ പിന്നെ എന്താ പറയാ, ഞാൻ കെമിസ്ട്രി ആയിരുന്നു എന്റെ ബാക്ക്ഗ്രൗണ്ട്. ആ, ആ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ലാബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉം, ഉം. അങ്ങനെ ഈ ബിസി ആയിരിക്കും മിക്കവാറും. ഫാമിലിനായിട്ട് അപ്പൊ എങ്ങനെ സ്പെൻഡ് ചെയ്യുക സമയങ്ങളൊക്കെ? ആക്ച്വലി അവളും PhD ആണ്. ആ. ആ, ശരി. അപ്പൊ ഞങ്ങള് ഒരുമിച്ചാണ്. അപ്പൊ പിന്നെ പിന്നെ വീക്കെൻഡിൽ നമ്മള് പുറത്തു പോകും അങ്ങനെയൊക്കെ ആയിട്ട്. ഉം, ഉം. കുട്ടികളൊക്കെ പ്രായത്തിലായി? ഇല്ല, കുട്ടികളായിട്ടില്ല. ആയിട്ടില്ല. ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല ഇല്ല. കൂടെയുള്ള ആളുകളുടെ മക്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ പറഞ്ഞു വന്നത് അല്ലേ? ഞാൻ അതെ 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 അതെ. ഓക്കെ, ഇൻഷാല്ല സോലിയായ സന്താനത്തെ റബ്ബ് നൽകട്ടെ ഇൻഷാല്ല. ആമീൻ ആമീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 5 വർഷമായി ആണ്ട് പറിച്ച് നട്ടിട്ട് അതെ അതെ. എന്താണ് കാര്യമായിട്ട് നോമ്പ് തുറക്കുമ്പോൾ മിസ് ചെയ്യണേ? നോമ്പ് തുറക്കുമ്പോ മിസ് ചെയ്യുന്നതെന്നാല് ഏറ്റവും ബേസിക് കാര്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് തന്നെ നമുക്ക് ഏറ്റവും മിസ്സിങ്. കാരണം ഞാനൊക്കെ അങ്ങനെ ആ ഒരു സോഷ്യലായിട്ട് നിന്ന ഒരാളായിരുന്നു കുറെ കൂടി. അപ്പൊ ഇവിടെ നമ്മള് ഒന്ന് ഒതുങ്ങിപ്പോയി. ഓക്കെ ഓക്കെ പക്ഷെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഞാൻ വന്നത് കോവിഡിന്റെ സമയത്തായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രെയർ ഹാളും ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ. ആ അപ്പോ അത് ആ ഒരു സമയത്ത് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. പിന്നെയാണ് ഞങ്ങള് ഈ ഈ പറഞ്ഞ പ്രെയർ ഹാൾ ബേസ് കമ്മ്യൂണിറ്റി, നമ്മളൊരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതും ഇപ്പൊ അത് ഭയങ്കര സജീവമാണ്. ഇപ്പൊ ഞങ്ങളെ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ലൈഫ് ലൈൻ തന്നെയാണ് അത്. അങ്ങനെ കോഴിക്കോടൻ വിഭവങ്ങളൊക്കെ ആ. മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വിഭവങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒറ്റക്കാകുന്ന സമയത്തും പിന്നെ പിന്നെന്താ പറയാ, ഒന്നാമത്തെ നമ്മള് എപ്പോഴും ലേറ്റ് ആണ്. നോമ്പ് തുറക്കാനാകുന്ന സമയത്തായിരിക്കും മിക്കവാറും വീട്ടിലെത്തുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇപ്പൊ വൈഫ് വന്നതിന് ശേഷം ഒക്കെയാണ്. അല്ല, വൈഫ് വന്നതിന്റെ ശേഷം കുക്ക് ചെയ്യാനൊക്കെ സമയം കിട്ടി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പം മാറ്റങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് നന്നായി കുക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ അത്താഴം എങ്ങനെയാണ്? അത്താഴത്തിന് നമ്മള് പിന്നെ മിക്കവാറും നൈറ്റിലൊക്കെ കുക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അത്താഴത്തിന് എണീച്ച് കഴിക്കുകയാണ്. നമ്മളെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ അവിടെ സാധനങ്ങൾ കിട്ടുമോ? സൂപ്പർ മാർക്കറ്റിൽ ഒക്കെ പോയി സാധനങ്ങൾ കിട്ടും കിട്ടും. പിന്നെ ഓൾമോസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മളെ നാട്ടിലെ വെജിറ്റബിൾസ് ഒരു സാമ്യമുള്ളതാണ്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ വിയറ്റ്നാമിൽ നിന്ന് വരും. അപ്പോ വിയറ്റ്നാമിന്റെ തായ്ലൻഡ് ആ റീജിയന്റെ ഒക്കെ നമ്മളുമായിട്ട് കുറെ കൂടി മാച്ചിങ് ആണല്ലോ. പിന്നെ മീറ്റ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാണ് ചെയ്യുക. പയറുവർഗ്ഗങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ആക്ച്വലി ഇവിടെ ഫോറിൻ മാർട്ടുകളുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ റീജിയന്റെ ഒക്കെ, ഇന്ത്യ പാക് ബംഗ്ലാദേശ് ശ്രീലങ്ക. ഓക്കെ. അപ്പം സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് കിട്ടും. നോമ്പ് ഇപ്പോൾ ഏത് നാട്ടുകാരാണെങ്കിലും പട്ടിണി കിടക്കലാണ് നോമ്പ് എന്നുള്ളത്. ഇപ്പോൾ നോമ്പ് തുറ എന്നുള്ള വിഭവങ്ങളും അത്താഴവും അതേപോലെ തന്നെ നോമ്പ് നമുക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് എന്ത് രാത്രി നിസ്കാരം തറാവി. അതിപ്പോൾ അതെ അതെ അതെ. അവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? നമുക്കിവിടെ തറാവി ഉണ്ടാവാറുണ്ട്. നമ്മള് പിന്നെ ഹത്തം തീർക്കും ഇവിടെ. ഹാഫിലായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എല്ലാ വർഷവും. ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ ഈ വർഷം കൊണ്ടുവരുന്ന അൽഹംദുലില്ലാ. അല്ല, നമ്മളെ പിള്ളേർ തന്നെ ഇപ്പം പിന്നെ പാകിസ്ഥാനിൽ വരുന്ന പിള്ളേരുണ്ട്. പിന്നെ ഇതിന്റെ ഇടക്ക് അറബികൾ മിസ്രികളായിരുന്നു, ഇപ്പം പാകിസ്ഥാനികളാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ ഓരോ ജുദു വെച്ചിട്ട് ഓക്കെ ഓക്കെ. നമ്മൾ ഈ തറാവിക്കൊക്കെ പറഞ്ഞോളൂ. അല്ല, തറാവിക്കൊക്കെ കുറച്ച് അത്യാവശ്യം ആളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ സൗത്ത് കൊറിയ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് കുട്ടികൾക്കിടയിലുള്ളത്. ഒരു വേറിട്ടൊരു ഇൻസ്റ്റാഗ്രാം മൂല്യം പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ലൈഫ് എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയയിലെ ലൈഫ്, അത് കിട്ടാൻ വേണ്ടി വാശി പിടിക്കുക, അതിനു വേണ്ടി ജീവിക്കുക. അതില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു, ആത്മഹത്യ വരെ. അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയൂല, ഞാൻ ആത്മഹത്യ ചെയ്യാന്നുള്ള കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യന് നമ്മളെ നാട്ടിലും ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളോടുള്ള അത്തരം കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, സൗത്ത് കൊറിയയിൽ ഒരു 5 കൊല്ലം ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക്? ആക്ച്വലി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം പലരും പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള പിള്ളേര് പലപ്പോഴും ചോദിക്കും എങ്ങനെങ്കിലും സൗത്ത് കൊറിയയിൽ എത്തിയാൽ മതി, അതാണ് അവരുടെ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി എനിക്ക്
ഒറ്റ വാക്ക് പറയാനുള്ളത്, കെ ഡ്രാമ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് അവരെ ഇൻസ്പയർ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. കെ ഡ്രാമ അല്ലെങ്കിൽ കെ പോപ്പ് മ്യൂസിക് നമ്മള് ഓക്കെ, അവര് ഒരു പക്ഷെ നല്ല രീതിയിലുള്ള നല്ല സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ആയിരിക്കും, അതിലുള്ള കണ്ടന്റുകളൊക്കെ ഒരു പക്ഷെ നമുക്ക് നല്ല ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. പക്ഷെങ്കില് അത് ആക്ച്വലി ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമ്മളെ നാട്ടിലൊരു ഫിലിമുകളായാലും അതല്ലല്ലോ ആക്ച്വലി റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി ഈസ് ഫാർ ഫാർ ഫ്രം നമ്മളെന്താ ഫാസിനേഷൻ എന്നാണ് അതെ. ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ആ ഒരു കെ ഡ്രാമയിൽ പറയുന്ന ഒരു ലൈഫ് അല്ല ആക്ച്വലി ഇവിടുത്തെ ഒരു റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കരെ പച്ച കണ്ട് ആരും എന്ത് ചെയ്യണ്ട, നാട് കടക്കാൻ. ആ ആ, അതായത് അതിൽ കാണുന്നത് പോലുള്ള ഒരു ജീവിതമാണ് ഇവിടെ പരിപൂർണമായിട്ടും വിശ്വസിക്കേണ്ടത്. അതായത് പിന്നെ ഞാൻ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം നമുക്ക്. എങ്ങനെങ്കിലും എത്തിയാൽ മതി എന്നാണ്. ഉം. എന്ത് അതെ ജോലിയായാലും അതെ പെണ്ണായാലും. അതെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആന്ധ്രയിൽ 3 കുട്ടികൾ, സഹോദരിമാർ, പ്രായപൂർത്തിയെത്താത്ത അതെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കണത്. അതെ സോറി പപ്പ, ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കൊറിയയാണെന്നാണ് പറയുന്നത്. ഉം കൂടുതൽ നമ്മുടെ നാട്ടിലിപ്പോൾ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഒരു കാലത്ത് പിന്നെ കുട്ടിക്കൂറ പൗഡറും ഫെയർ ലവ്ലി ഉം എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പരസ്യത്തിൽ, ഇന്ന് അതല്ല, ഇന്ന് എല്ലാവരുടെ കയ്യിലും കിറ്റിലും പിന്നെ ബാഗിലും എല്ലാം എന്താണ് പിന്നെ പിന്നെ അവരുടെ കോസ്മെറ്റിക്സ്. കാര്യങ്ങളാണ്. അതുമാത്രമല്ല കല്യാണങ്ങളിലെല്ലാം ഇതൊക്കെ ഒരു കൊറിയനായിട്ടൊരു ടച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെയും ഒരു മിഥ്യാധാരണയാണ്, അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ റമദാന് ഇപ്പം അവിടെ നമ്മൾ അതേപോലെ തന്നെയാണ് മാസം കണ്ടതൊക്കെ. മാസം കണ്ട നാട്ടിലെ സിസ്റ്റത്തിലാണ് നമ്മൾ കൂടുതലും. പിന്നെ മലേഷ്യന്റെ ഒക്കെ ടൈം, പിന്നെ മാസം മലേഷ്യ ഇന്തോനേഷ്യ ബേസ്ഡ് ആയിട്ടാന്ന് തോന്നുന്നു ഇവര് ഇത് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഓൾമോസ്റ്റ് ആ ഒരു മൂൺ റൈസ് ഒക്കെ അതിന് അനുബന്ധമായിട്ടാണ് ഉണ്ടാവാറ്. ഓക്കെ. നാട്ടിലൊക്കെ ഇനി നാട്ടിൽ എടുത്തുണ്ടോ? നാട്ടിലേക്ക് ഇൻഷാ അള്ളാ ഇപ്പം ബലി പെരുന്നാളില് കഴിഞ്ഞിട്ടാണ് വിചാരിക്കുന്നത്. ആ, ഇൻഷാല്ലാ. ഓക്കെ, ഇൻഷാ അള്ളാ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ സമയം ഇവിടെ ഏകദേശം ഉം. കഴിയാറായിട്ടുണ്ട്. ഓക്കെ നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായി, പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. പിന്നെ എന്തെങ്കിലും ഇനി കൂടുതൽ ചേർത്ത് വെക്കാണ്ടോ നമ്മളെ കൊറിയയുമായി ബന്ധപ്പെട്ടിട്ട്? കൊറിയയുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല, അങ്ങനെ കൂടുതലായിട്ട് ചേർത്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മള് പിള്ളേര് പിന്നെ ആക്ച്വലി എന്താ പറയാ, നെല്ലും പതിരും മനസ്സിലാക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി. 5 വർഷം കാരണം 5 വർഷം മൂപ്പരവിടെ നിന്നിട്ട് അതെ. മൂപ്പർക്ക് നാട്ടിൽ തന്നെ ജീവിതമാണ് എന്ത് മിസ് ചെയ്യണത്. അതെ. അവിടുത്തെ ഒരു ജീവിതമോ അവിടുത്തെ ഒരു പിന്നെ ഡ്രാമയോ അല്ലെങ്കിൽ പോപ്പോ ഒന്നും ചെയ്തിട്ടില്ല, ഇൻഫ്ലുവൻസ് ആയിട്ടില്ല. ആക്ച്വലി ഞാൻ പറയാൻ മെയിനായിട്ട് വെച്ചാൽ പലപ്പോഴും പലരും ആളുകളും പറയുന്ന ഒരു കാര്യം വെച്ചാൽ പിന്നെ സ്നേഹം എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ കേരള കണ്ടന്റുകളിലെ. ആ, ആ. അപ്പോ അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പം അൾട്ടിമേറ്റ്ലി സ്നേഹം എന്ന് പറയുന്നതിന്റെ ഒക്കെ ഒരു പൊരുൾ എന്ന് പറയുന്നത് ഓക്കെ, നമ്മളൊരു എന്താ പറയാ ജനറേഷൻ കീപ്പ് ചെയ്യുക, അല്ലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അതോടനുബന്ധിച്ച് പറയേണ്ടത്. അപ്പൊ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിക്ലൈനിങ് ആണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 2050 കൂടി ഈ ഒരു പോപ്പുലേഷൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അത്രത്തോളം പിന്നെ ഒരു സിറ്റുവേഷൻ ആണ് പോപ്പുലേഷൻ്റെ ഒക്കെ. അപ്പോ പിന്നെ ഗവൺമെന്റ് തന്നെ ഒരുപാട് പ്ലാനുകൾ ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നെ ക്യാഷ് ഇൻഫ്ലോ ആയിട്ടും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. കാരണം പോപ്പുലേഷൻ റേറ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട്. ഉം, ഉം. അപ്പോ ഒരു എന്താ പറയാ ഒരു ക്യാപിറ്റലിസം കൺട്രോൾ ചെയ്യുന്ന ഒരു എക്കണോമിയാണ് ഇവിടെയും. അപ്പോ അതോടനുബന്ധിച്ചാണ് ആളുകൾ ഭയങ്കരമായിട്ട് എന്താ പറയാ പിന്നെ ജോലി, ഫിനാൻസ് അതിന്റെയൊക്കെ പിന്നിൽ ഓടേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഒരു പ്രായമായി കഴിഞ്ഞ ഒരു 85-90 വയസ്സ് വരെയൊക്കെ ആളുകൾ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ. ഉം, ഉം. ഉം, ഉം. അപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കാണാം ആളുകൾ പിന്നെ ഇത്രയും പ്രായമായ ആളുകൾ പോലും വർക്ക് ചെയ്യാണ്. നമ്മുടെ അപ്പോ നമ്മുടെ നാട്ടിൽ യൂത്ത് 55. ഇല്ലാത്തതിന്റെ പ്രശ്നമല്ലേ? ഏ? യൂത്ത് ആ ഇല്ല. ഒന്ന് യൂത്ത് അല്ല, യൂത്ത് കുറവുള്ളതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വെച്ചാൽ ആളുകൾ ജോലി ചെയ്താലേ ജീവിക്കാനുള്ളൂ. ഒരു ദിവസം പോലും നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റില്ല, വരുമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെപ്പോഴും സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയാ നമ്മളൊക്കെ ഈ കണ്ടന്റുകളിലേക്ക് പോകുന്നതിന് പകരം നമ്മളെ ചുറ്റുമുള്ള സ്നേഹത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, നമ്മളെ വീട്ടുകാരെയും അതേപോലെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇന്ന് കണ്ടു നമ്മുടെ വയനാട്ടില് ആ ഒരു ഉരുൾപൊട്ടൽ ബാധിതർക്ക് പുതിയ വീടുകൾ വെച്ചു കൊടുത്ത്. അപ്പോ അതൊക്കെ ആക്ച്വലി നമുക്ക് വേറൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല.
അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നേ. ഓക്കെ ഓക്കെ, പൈസ ഉള്ളവര് വീട് ഉണ്ടാക്കുക. അപ്പൊ നമ്മളെ ചുറ്റുമുള്ള സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈർ. അപ്പോൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഷഹബാസ്ക പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിന് ഒരു സ്നേഹത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഒരു രൂപം, ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പം ഉണ്ടായതാണ് കിട്ടിയത്. അതിലപ്പുറം എന്ത് കിട്ടിയില്ല, അവിടുന്ന് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഉള്ളതല്ല യഥാർത്ഥ ജീവിതം. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, അതേപോലെ തന്നെ നമ്മുടെ വലയത്തിലുള്ള എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കൾ, നമ്മളെ അതൊക്കെയാണ് സ്നേഹിക്കുന്ന കുറെ ആളുകൾ നമ്മളെ ഓക്കെ ചുറ്റും തന്നെ ഉണ്ട്. ഉണ്ട്. അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായതിന് ജസാക്കുമുല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ ആമീൻ. നമ്മുടെ കമ്മ്യൂണിറ്റിക്കും ഒന്ന് വളരട്ടെ, ഉഷാറാവട്ടെ എന്നും കൂടെ ദുആ ഇൻഷാ ചെയ്യുന്നു. അല്ലാ. നമ്മളെ ഈ അതെ, പ്രാർത്ഥനയ്ക്ക് ആയിരങ്ങൾ ആമീൻ പറയുന്നുണ്ട് ഇപ്പോൾ. ആണല്ലേ? നമ്മള് ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ നമ്മുടെ ശ്രോതാക്കള് അള്ളാഹു താല ഉം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സോലിയായ സന്താനത്തെ റഹ്മാനെ റബ്ബ് നൽകട്ടെ. ആമീൻ. നിങ്ങളും ദുആ ചെയ്യണം. ആമീൻ. ഇൻഷാ അല്ലാ ഇനിയും നാട്ടിലെത്തിയ കാണാം. പീസ് റേഡിയോയിലൊക്കെ ഒന്ന് വരാം. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ പീസ് റേഡിയോയിലേക്ക് ഒന്ന് സന്ദർശിക്കണം. ഞാൻ ഇൻഷാ അല്ലാ. മനസ്സിലാക്കണ ഇത് ആദ്യ തവണ അല്ല എന്നുള്ളതാണ് അല്ലേ? കഴിഞ്ഞ തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും വബറകാതുഹു. അസ്സലാം.